ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇന്നൊരു കുഞ്ഞ് മോർണിംഗ് വ്ലോഗാണ് കേട്ടോ, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പമാണ്. അപ്പത്തിന് നമ്മൾ തലേദിവസം മാവൊന്നും ആട്ടിയിട്ടില്ല, പച്ചരി കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചരിയും തേങ്ങയും മാത്രം ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഞാൻ അധികം ചുടാറില്ല, കാരണം 1-2 വട്ടം ചുട്ടപ്പോൾ ചട്ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് മടിയായിരുന്നു. പിന്നെ ഇന്ന് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ, നല്ല കട്ടിയിലൊന്നല്ല. പിന്നെ അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് ഞാനൊരു 10-20 മിനിറ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കറിയൊക്കെ ഒന്ന് റെഡി ആവുന്ന ടൈം വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഇന്ന് കറി ഇതിലേക്ക് വന്നിട്ട് വെള്ളക്കടലയാണ്. വെള്ളക്കടല കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ നോർമൽ കടലേനേക്കാൾ ഒന്നും കൂടി എനിക്കിഷ്ടം വെള്ളക്കടലയാണ്. പക്ഷേ ചിലർക്കൊക്കെ മറ്റേ കടലയാണ് ഇഷ്ടം, വെള്ളക്കടല തീരെ ഇഷ്ടമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അതാണ് കറി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ ഇന്ന് സ്കൂള് നമ്മുടെ ഫാദുകുട്ടിക്ക് ഇന്ന് ക്ലാസ് ഇല്ല, അവിടെ ഇന്ന് ആർട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പ്രോഗ്രാമൊക്കെ ആയതുകൊണ്ട് KG കുട്ടികൾക്ക് ക്ലാസ് ഇല്ല, 5G കുട്ടിക്കൊക്കെ ഉണ്ട്. ഇന്ന് കളർ ഡ്രസ്സൊക്കെയാണ് കേട്ടോ. അങ്ങനെ കറിയൊക്കെ ഇത് അടുപ്പത്ത് വെച്ച ശേഷം പിന്നെ ഞാനും ഫാദുക്കുട്ടിയും പോയിട്ട് പാലെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 5C കുട്ടിനെ മദ്രസയിൽ നിന്ന് കൊണ്ടുവരാനും പോകണം, കാരണം ഇവിടെ നിറച്ച് പട്ടികളാണ് കേട്ടോ. ഒരു പട്ടി പ്രസവിച്ചിരിക്കുകയാണ് നമ്മളെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് ആ പട്ടിക്ക് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്, എവിടുന്നാ കടിക്കാൻ വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൊണ്ടുവരാനും കൊണ്ടാക്കാനും പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടേക്ക. അതുകൊണ്ട് പിന്നെ ഞാൻ ഫൈസിനെ മദ്രസയിൽ നിന്ന് കൊണ്ടുവരാനും പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ദോശയൊക്കെ വേഗം ഉണ്ടാക്കി ഫൈസിക്കും പാതോനൊക്കെ കൊടുത്തു. പിന്നെ ഞാനും അതിൻ്റെ ഇടയിൽ കൂടെ 2 ദോശ കഴിച്ചു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇനി ഫൈസിനെ സ്കൂളിൽ കൊണ്ടാക്കി വന്ന ശേഷം 10 മണിയൊക്കെ കഴിയും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും പിന്നെ വിശപ്പൊക്കെ പോകും. അപ്പോൾ വേഗം 2 ദോശ കഴിച്ചു കേട്ടോ. പിന്നെ ഇതാ സ്കൂൾ ബസ് കാത്തിരിക്കുകയാണ്. ഇന്ന് ഫാദുക്കുട്ടീൻ്റെ ബാഗാണ് കേട്ടോ 5C കുട്ടി ഇട്ടിട്ടുള്ളത്, അവൾക്കിന്നില്ലല്ലോ. അപ്പോൾ ഇവളാണെങ്കിൽ തെറ്റിക്കൊണ്ട് എന്തിനാണ് തെറ്റണമെന്ന് വെച്ചാൽ, നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരു വീട്ടിൻ്റെ സൈഡിൽ നമ്മളെ റെഡ് കളറ് റെഡല്ല നല്ല റോസ് കളറ് റോസാപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കത് വേണമെന്ന് പറഞ്ഞിട്ട് പറിക്കാൻ അങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ ഒരാൾ നട്ട് നനച്ചുണ്ടാക്കിയതല്ലേ, നമ്മൾ പറിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാവണമെന്നൊന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് ചെടിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. പിന്നെ അവരാണെങ്കിൽ പുറത്തൊന്നും കാണാനുമില്ല. പിന്നെ നമ്മൾ ചോദിക്കാതെ പറിക്കുന്നത് മോശമല്ലേ. അവിടെ പുറത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പൂജ പറിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും വേണ്ടാന്നൊന്നും പറയൂല. പക്ഷേ ആരും കണ്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറിക്കണ്ടെന്ന് പറഞ്ഞ് ആൾ തെറ്റിയിട്ട് ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. അങ്ങനെ മുന്നിൽ വന്ന് പിന്നെ മണി പ്ലാന്റിൻ്റെ ചെറിയൊരു എന്താ പറയുക പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനത് ഇതിലൊന്ന് വെറുതെ നട്ടു കൊടുത്തു കേട്ടോ. പിന്നെ കുറേ ദിവസമായി വിചാരിക്കുന്നതാണ്, നമ്മൾ അപ്പുറത്തെ വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ ഈ ഒരു വെള്ള 10 മണി നമ്മളെ വീടിൻ്റെ ടെറസിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ ഇത് കാണും കേട്ടോ. അപ്പോൾ ഞാനിത് കുറേ നാളായിട്ടോ ചേച്ചിനോട് ചോദിച്ചിട്ട് പറിക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ മറന്നു പോകും. പിന്നെ നമുക്ക് ഈ ഒരു 10 മണി കഴിഞ്ഞിട്ടുള്ള ടൈമിൽ വന്നാലാണ് ഇത് വെള്ള കളർ ഏതാണെന്ന് മനസ്സിലാവുള്ളൂ. പൂവിട്ട് നിൽക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് വേറെയും കളറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഇവിടെ വാടകയ്ക്കിരുന്ന ആൾക്കാർ ഇവിടെ 10 മണിയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മഴയൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ കമ്പൊക്കെ തന്നെ ഇതായി അങ്ങനെ ഉണ്ടായതെന്ന് തോന്നുന്നു കേട്ടോ. നട്ടതും നല്ല മേലെ ഇപ്പോഴുള്ള ആൾക്കാർ നട്ടതല്ല, മുന്നേ എപ്പോഴോ ആൾക്കാർ നട്ടിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മഴ ആയിട്ട് അങ്ങനെ മുളച്ച് വന്നതാണ് കേട്ടോ. എന്തായാലും നല്ല രസമാണ് കാണാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ 10 മണിയൊക്കെ കൊണ്ടുവന്ന് താഴെ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം തിരുമ്പാന്ന് വിചാരിച്ചു. ഇന്നലെ എന്തായാലും തിരുമ്പി, ഇന്ന് അധികമൊന്നുമില്ല എന്നാലും ഉണ്ട്. തിരുമ്പിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല മഴയായിരിക്കും. മഴയെ പിന്നെ അറിയാമല്ലോ, നമുക്ക് തിരുമ്പാനുള്ള മൂടൊക്കെ പോവും. അതുകൊണ്ട് പിന്നെ വേഗം തിരുമ്പാന്ന് വിചാരിച്ചു. അപ്പോൾ അതുകുട്ടി അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വേഗം ഇന്നലെ തിരുമ്പിയ തുണികളൊക്കെ നമ്മൾ മേലെ കൊണ്ടുവന്നിട്ടു. ചെറിയ നനവുണ്ടായിരുന്നുള്ളൂ, അത്യാവശ്യമൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും മടക്കി വെക്കാനായിട്ട് ആയിട്ടില്ലേനും. അപ്പോൾ അതൊക്കെ ഒന്ന് മേലെ വിരിച്ചിട്ടു. പിന്നെ ഇന്ന് തിരുമ്പിയ തുണികളൊക്കെ താഴത്തിട്ടു. പിന്നെ ഇന്നലത്തെ തുണികളൊക്കെ ഇതാ മേലെ കൊണ്ടുവന്നിടാണ് കേട്ടോ. ഇന്നൊരു മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ. ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ നല്ല വെയിലായിരുന്നു. വെയിൽ കാരണം ഞാൻ തിരുമ്പാൻ 2 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. കാരണം 11 മണിക്കൊക്കെ നമ്മളെ കല്ലിൻ്റെ അവിടെ നല്ല വെയിലാണ്. നേരെ ഓപ്പോസിറ്റും ഓരോ ദിവസം ഓരോ കാലാവസ്ഥയാണ് നമ്മളിവിടെ. ഇന്ന് മഴയാണെന്നുണ്ടെങ്കിൽ നാളെ വെയിൽ, അങ്ങനെയായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ താഴെ വന്നു. ഇനി അടുത്ത പണി ഇതാ മീൻ നന്നാക്കി കറി വെക്കലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.